ഞങ്ങളുടെ രാവിലത്തെ എൻജോയ്മെൻ്റ് ആയത് കണ്ടില്ലേ. ഒരു ദിവസം 15, 20 അതങ്ങനെ ഇതൊരിക്കലും തീരത്തില്ലല്ലോ. ഇത് കംപ്ലീറ്റ് നമുക്ക് പറിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഇല്ല, ഇത് വെള്ളം ഉണ്ടെങ്കിലേ ഇത് പറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളിത് എങ്ങനെയാണ് പറിക്കണമെന്ന്. കോവല കൃഷി എന്ന് പറഞ്ഞത് ഇത് ഫുൾ ടൈം കാണും. കാരണം ഇതിൻ്റെ ഈൽഡെന്ന് വരുന്നത് ഒരു 2-3 വർഷം കിട്ടുന്നത് ആണ് മൾട്ടി പരിപാടി. ഒരാൾ പച്ചക്കറി പറിക്കുമ്പോൾ ഒരാൾ മീൻ പിടിക്കുന്നു. എനിക്ക് മീനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കുന്നു. അവർക്ക് പച്ചക്കറി ഇഷ്ടമായതുകൊണ്ട് പച്ചക്കറി പിടിക്കുന്നു. ഉണ്ട് അത് ചെറുതാ. അത് ചെറുതെ ചൂണ്ടയിൽ കിട്ടത്തുള്ളൂ, വലുതധികം കൊത്തത്തില്ല. കാരണം മീൻ വലുതാകും തോറും അവന് ഇത്തിരി ബുദ്ധിയല്ലേ. ഈ ചെറുത് മീനൊക്കെ കിട്ടത്തുള്ളൂ. വലുത് നഴ്സറിക്കകത്തുനിന്ന് 2.5 കിലോ വരെയുള്ള കിട്ടിയിട്ടുണ്ട് വലുത്. വലുതുണ്ട്. ഇതങ്ങോട്ട് വരട്ടെ. ബാക്കി അങ്ങോട്ട് കേട്ടോ. ഏതാണ്ടായിട്ടില്ലേ? 1 കിലോ മിനുസമായി. ഇതിനകത്തെ ലാഭനഷ്ടത്തിലുപരി ശരിക്കും രാവിലെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ നമുക്ക് നല്ലൊരു രാവിലെ തന്നെ ഇതെല്ലാം കാണും. മീനിൻ്റെ തീറ്റ, മീനെ ഓർമ്മ കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു എനർജി. അല്ലാണ്ട് ഇത് ലാഭം മാത്രം നോക്കിയല്ല. പച്ചക്കറിയും മീനും ഇതുവരെ പച്ചക്കറിയും മീനും പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. പീച്ചിൽ കണ്ടേ? പീച്ചിൽ കണ്ട ഒരെണ്ണം കണ്ടല്ലോ. ഒരു സാമ്പിൾ ഒരെണ്ണം മതിയല്ല. ഇനി പറിക്കണം, അങ്ങോട്ട് പോകണം. ഉണ്ട്, ഓക്കെ ആയില്ലേ? ഇനി നേരെ പയർ പറിക്കാം. പയറിന് പോവാം. പോട്ടെ, പറിച്ചോട്ടെ. എന്നാ അമ്മനകത്ത് പറിച്ചോ. അത് നീ പിടിക്കണ്ട, ഞാൻ പിടിക്കാം. നീ പിടിച്ചാൽ അവിടെ അടുത്ത് തോന്നിയാ അവിടെ അകലെ നിൽക്കുന്നുണ്ടോ? എന്നാ ഇന്ന് തിരിച്ച് പറിച്ചാൽ മതി. തിരിഞ്ഞ് പറിച്ചോ. പറിച്ചെടുത്തോ. ഇതാണ് പയർ കേട്ടോ. ഇത് ഞാൻ ബാക്കും പോട്ടെ. പറിച്ചോ. ആവശ്യമുള്ള പറിച്ചെടുത്തോ. ഇന്നത്തെ ആവശ്യത്തിനുള്ള പറിച്ചെടുത്ത് ഇനിയിപ്പം ബാക്കി നമ്മളിങ്ങനെ കൊടുക്കും. പിന്നെ നമുക്ക് പച്ചക്കറി മാത്രമല്ലല്ലോ, ഒരു നോൺ വെജ് എന്തെങ്കിലും വേണം. അപ്പം ഫിഷ് ഉണ്ടല്ലോ ഇതിനകത്ത്. എനിക്ക് ഇച്ചിരി മീനിൻ്റെ ആവശ്യമുണ്ടതേ. കാരണം ഞാൻ പിന്നെ ഇടയ്ക്ക് മീനൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ കൂടുതലുണ്ട്. ആൾക്കാരിടയ്ക്ക് വന്ന് ചോദിക്കും, കൊടുക്കും ഞങ്ങൾ. അല്ലാണ്ട് ഇതിന് മാത്രം മീനും എന്തിനാ? കരിമീൻ കുഞ്ഞുങ്ങളെ ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട്. ഈ 3 വർഷമായിട്ട് ഞങ്ങൾ പച്ചക്കറിയോ മീനോ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വെറുതെ ഒരു രസത്തിന് വീശുവല എടുത്ത് കായലിലൊന്ന് വീശും. അങ്ങനെ അതൊക്കെ രസം. കായലിൽ നിന്ന് വീശി കിട്ടുന്ന ചെറിയ മീനൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഇടും, ആവശ്യമുള്ള എടുക്കും. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ ഒരു എൻജോയ്മെൻറ്റ്. പിന്നെ നമുക്ക് പറ്റിയ കൂട്ടത്തിൽ ആളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല.